ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അറിയുന്നതായിരിക്കും. എന്നാലും തുടക്കക്കാർക്കൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ബിരിയാണി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള 6 സവാളയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 തക്കാളിയും കൂടെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും നേരിയതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 16 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും 10 പച്ചമുളകും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല എരിവോട് കൂടിയിട്ടുള്ള പച്ചമുളകാണ് എടുക്കുന്നത്. അപ്പോൾ എരിവിത്തിരി കുറവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവിത്തിരി കുറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒരുമിച്ചാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിന ഇലയും ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടിയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്തിരി പുളി കുറഞ്ഞിട്ടുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ളതിൽ നിന്നും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഒട്ടും സമയമില്ലാത്തപ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളിത് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കുക്കർ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ചിക്കൻ്റെ പീസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കുക്കറാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മളിത് 2 വിസിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ കുക്കറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി ഭാഗമൊക്കെയാണ് ഇടുന്നതെങ്കിൽ 1 വിസിലിന് തന്നെ നമ്മുടെ ചിക്കൻ റെഡിയായിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ ഇതിൽ 2 വിസിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആ ചിക്കൻ പെരയ്ക്ക് ആ ഒരു പാത്രത്തിലുള്ള ബാക്കി വന്നിട്ടുള്ള ആ ഒരു വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് 2 വിസിലിൽ നിന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഉള്ളി നമ്മളിതേപോലെ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഉള്ളി മുഴുവനായിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതേ രീതിയിലൊന്ന് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒട്ടും സമയമില്ലാത്തപ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ട്രിക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒത്തിരി നേരം വഴറ്റിയിട്ട് നമുക്ക് ആ ഒരു ടൈമും പോകില്ല. ഇതിലേക്ക് നമ്മൾ ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് 2 വിസിലിന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും അതുപോലെ തന്നെ 3-4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ഉള്ളി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കി വന്ന ഓയിലിലേക്ക് ഇത്തിരി കശുവണ്ടിയും കിസ്മിസും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു സൈഡിലേക്ക് തന്നെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ഉള്ളി വേവിച്ചിട്ടുള്ള ആ ഒരു കുക്കർ ഓപ്പൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിസിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മളിട്ട് അത്രയൊന്നും ഉള്ളിയില്ല. കുക്കറിൻ്റെ 1/4 ഭാഗത്തോളം മാത്രം ഇട്ടത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കുറഞ്ഞ അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകുമേ. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയം നമ്മളതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയായിട്ട് വരുന്ന ആ ഒരു സമയം നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് ഉടഞ്ഞ് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്കിവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ആ ഒരു വെള്ളമുണ്ട്. അപ്പോൾ അത് നമ്മളൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മൊത്തത്തിൽ ഒഴിക്കുന്നില്ല,
ഒരു 3/4 കപ്പ് അളവിൽ ആ ഒരു ചിക്കൻ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ കുക്കറിൽ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു ചിക്കൻ്റെ കൂടെ തന്നെ ഈ ഒരു കപ്പിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ചോറുണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്കൊന്ന് നമ്മുടെ മസാലയൊന്ന് നോക്കാം. ഇതാ ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ വഴന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ടാണ് കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കാതിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു യെല്ലോ കളറും കൂടി ആയിരിക്കും കേട്ടോ ഇത് മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമുളക് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പുതിന ഇലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നില്ല, പകുതി ഭാഗം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ തൈരൊക്കെ ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 10-15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ച് കിട്ടും. നല്ല തിക്കായിട്ട് നമുക്ക് മസാലയും റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മളൊരു 10-15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മസാലയൊക്കെ സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വറുത്തെടുത്ത ഉള്ളി ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ ചോറിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ ഈ ഒരു മസാലയിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു മസാല തന്നെയാണ് കേട്ടോ ഇത്. മസാലയിൽ നിന്ന് റെഡിയായിട്ട് വരുന്ന സമയം തന്നെ നമ്മളിതിലേക്കുള്ള ചോറും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊന്ന് ഊറ്റിയെടുത്തിട്ട് അപ്പോൾ ആ ഒരു സമയം തന്നെ നമ്മൾ ചോറിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും അതുപോലെ തന്നെ ഒരു 50 ഗ്രാം അളവിൽ ഡാൽഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയം നമ്മളിതിലേക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ ഗ്രാമ്പൂവും പട്ട ഏലക്ക ബേ ലീഫ് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതരിയാണോ എടുക്കുന്നത് ആ അരി അളന്നെടുക്കുന്ന കപ്പിന് അതിൻ്റെ ഇരട്ടി അളവിൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കിലോ അരി കൊള്ളുന്ന കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 1.5 കപ്പ് അരിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 3 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ 2.25 കപ്പ് അളവിൽ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഓരോ അരിയും വ്യത്യസ്തമായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ എടുക്കുന്ന അരി ഏതാണോ അതിനനുസരിച്ചിട്ട് വെള്ളം എടുത്തിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ 2.25 കപ്പ് അളവിൽ എടുത്തിട്ടുള്ളത്. ഇനിതാ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത്തിരി ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലൊന്നും ഇട്ട് കൊടുക്കണേ. എന്നാൽ മാത്രമേ നമ്മൾ ചോറായിട്ട് വരുന്ന സമയത്ത് ആ ഒരു ചോറിന് കറക്റ്റ് ഉപ്പ് പിടിക്കുള്ളൂ. വെള്ളം നമുക്കിനി ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ദാ ഈ ഒരു സമയം തന്നെ നമ്മുടെ ചിക്കൻ്റെ മസാല നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം തന്നെയാണ് കേട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ ആ മസാല നമുക്കിനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ആ ചോറിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് അരി കൂടെ ചേർത്ത് കൊടുക്കാം. അരിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് മിക്സാക്കി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇതൊന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും, നമ്മുടെ അരിയോട്ട് വെന്ത് കിട്ടുകയില്ല. അതുകൊണ്ട് തിളച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാനാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്തിരി ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇതേ രീതിയിലൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് 10 മിനിറ്റും കൂടി ഒന്ന് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതിലുള്ള അടിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ടാകും. നമ്മുടെ ചോറ് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിനി ഇതൊരു മുകൾ ഭാഗത്തു നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ചോറ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേ രീതിയിലൊന്ന് മസാല സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ചോറ് മസാലയൊക്കെ ഒന്ന് ലെയറായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇത്തിരി മല്ലിയിലയും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇത്തിരി ഗരം മസാലയും കൂടെ അതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ള ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്